എടാ മല്ലു ഞാനൊരു കാര്യം പറയാം, അങ്ങനെ പേഴ്സണൽ ഇതൊന്നും പറയേണ്ടതല്ല. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ദിവസം മല്ലുവിനെ വിളിച്ചു. ഇത് സംഭവം ഇഷ്യൂ നടക്കുന്ന വെച്ചാൽ മല്ലു ഇപ്പം ഒരു പോസ്റ്റ് ഇട്ടതല്ലേ, അതല്ലേ നിങ്ങൾ പറയുന്നത്? അതായത് പോസ്റ്റ് ഇട്ടിട്ട് ദിസ് ഈസ് ദ എൻഡ് അങ്ങനെ എന്തോ പറഞ്ഞതല്ലേ, തിരിച്ചു വരാൻ ശ്രമിച്ചു എല്ലാം അവസാനിച്ചു, അങ്ങനെ എന്തോ ഒരു പോസ്റ്റ് ഇട്ടതല്ലേ സംഭവം. ഇവരെന്ന് പറഞ്ഞാൽ ഇത് ഈ പോസ്റ്റ് ഇട്ട ഇന്നലെ മിഞ്ഞാന്നല്ലേ, ഇവരൊരു 2 ആഴ്ച മുന്നേ, 2 ആഴ്ചയോ 3 ആഴ്ച അത്ര, ഒരു മാസം ആയില്ല, ഒരു 20 ദിവസം മുന്നേ, ഒരു 20 ദിവസം മുന്നേ മല്ലു എന്നെ വിളിച്ചിരുന്നു. പെട്ടെന്ന് പതിവില്ലാണ്ടൊരു കോള്, അതായത് അതിന് മുന്നേ എത്രയോ കാലം മുന്നേ എന്നെ വിളിച്ചത്, മനസ്സിലായി? പതിവില്ലാണ്ടൊരു കോള്. എന്നിട്ട് എന്നോട് എല്ലാം എന്താ പറഞ്ഞ എന്തായിരുന്നു മീൻസ് ഇങ്ങനെ എന്താ പറയാ, എല്ലാം പൊരുത്തപ്പെട്ട എന്താ വാക്ക് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ എന്തോ സൂയിസൈഡ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഒരാൾ പറയുന്ന പോലത്തെ വർത്താനം ഉണ്ടല്ലോ, മനസ്സിലാ? അങ്ങനത്തെ ഒരു ടൈപ്പ് എന്നോട് സംസാരിച്ചാൽ എനിക്ക് കറക്റ്റ് വേർഡ് ടു വേർഡ് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അങ്ങനത്തെ ഒരു ഇത് എടാ എല്ലാം ഇതായി എന്തായിരുന്നു വിഷമിപ്പിച്ചിട്ടുണ്ട്. വിഷമം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക, അങ്ങനത്തെ സാധനമില്ല. അതായത് നമ്മൾ ഈ ഹജ്ജിന് ഉമ്രക്കെല്ലാം പോലെ ഉമ്രക്കെല്ലാം പോകുമ്പോൾ നമ്മൾ ഈ ഹജ്ജ് ചെയ്യാനും ഉമ്ര ചെയ്യാനും പോകുമ്പോൾ നമുക്ക് മുന്നേ പരിചയമുള്ള ആൾക്കാരെല്ലാം നമ്മൾ വിളിച്ചിട്ട് എല്ലാവർക്കും കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കുമല്ലോ. അതായത് എന്തെങ്കിലും തെറ്റായിട്ടുള്ള ക്ഷമിക്കണം, എല്ലാവരും ക്ഷമ ചോദിച്ച് എല്ലാവരും നല്ലതായിട്ട് നിൽക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഈ ഹജ്ജിന് മുമ്പ്. അതേപോലത്തെ ഒരു ഗോളാണ് എനിക്ക് തോന്നിയത്, മനസ്സിലാവും? അതായത് വേറെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ ക്ഷമിക്കണം, അങ്ങനത്തെ എന്തോ ക്ഷമിക്കണം എന്ന് പറഞ്ഞില്ല, പക്ഷെ പൊരുത്തപ്പെടണം. പിന്നെന്തായിരുന്നു ഇങ്ങനത്തെ ഒരു സംഭവം, മനസ്സിലായി? എന്തോ എല്ലാം തീർന്നു, ഞാൻ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്തെന്ന്, അങ്ങനത്തെ ഒരു ലെവലിലുള്ള ഒരു സംസാരം എനിക്ക് മറന്നു സത്യം പറഞ്ഞ. ഒരു 10-20 ദിവസമായി, മനസ്സിലായി? പക്ഷെ ഒരു ഭയങ്കര ഓഡ് കോളായിരുന്നു, ഭയങ്കര എന്താ പറയാ, അത്രയും കാലം വിളിക്കാണ്ടോ പെട്ടെന്ന് വിളിച്ചിട്ട് ഇങ്ങനെ എന്തോ തീരാൻ പോകുന്ന, എന്തോ ചാകാൻ പോകുന്ന, അങ്ങനത്തെ ലെവലിലുള്ള ഒരു വർത്താനം എന്നോട് പറഞ്ഞു, മനസ്സിലായി? അതിന് ശേഷമാണ് ഈ 2 ദിവസം മുന്നേ ഇവന്റെ ഈ പോസ്റ്റ് ഞാൻ കാണുന്നു, മനസ്സിലായി? അതായത് ഞാൻ ഒരുപാട് ശ്രമിച്ചു, എല്ലാം അവസാനിച്ചെന്ന് കരുതുന്നു, അങ്ങനത്തെ ഒരു പോസ്റ്റ് കാണുന്നത്. അപ്പൊ എനിക്ക് ഇത് രണ്ടും കണക്ട് ചെയ്ത് നോക്കുമ്പോൾ എന്തോ ഒരു മനസ്സിലാവും, ഇത് പോയി എന്തെങ്കിലും കടുങ്കൈ എന്തെങ്കിലും ചെയ്യുമോന്ന് അള്ളാഹ്ക്ക് അറിയാം, അതാണ് എന്റെ പേടി, മനസ്സിലാവും? രാജ്യയാത്ര ചെയ്ത് മനസ്സൊക്കെ അടിപൊളിയല്ലേ. ഇതെന്താ പറയുന്നത്? അങ്ങനെയല്ലടാ, അത്രയും ആ ഒരു സമയത്ത് യാത്ര ചെയ്തൊന്നും അതല്ലടാ